കൊലോസ്യ ലേഖനത്തിലെ രണ്ടാമത്തെ ക്ലിപ്പായി നമ്മളിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ മൊബൈലിന്റെ ഇതിനു വേണ്ടി അത് പറയുക. സ്തോത്രം സ്തോത്രം. അപ്പൊ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എഫെസ്യ ലേഖനത്തിൽ ആ ഒരു പദം ഉണ്ടല്ലോ, അറിയാവുന്നിടത്ത് പെട്ടെന്നൊന്ന് വായിച്ചേ. അത് ലിങ്ക് ചെയ്ത് പഠിക്കേണ്ടതാ. എഫെസ്യ ലേഖനം അതിന്റെ 5-ാം അധ്യായത്തിൽ 15-ാം വാക്യം. ആകയാൽ സൂക്ഷ്മതയോടെ ജ്ഞാനികൾ അജ്ഞാനികളായിട്ടല്ല, ജ്ഞാനികളായിട്ട് അത്രയും നടപ്പാൻ. ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിച്ചു. ദുഷ്കാലമാണ്, ഇത് ദുഷ്കാലമാണ്. കഴിഞ്ഞ ദിവസം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ ഇല്ലെന്ന് എനിക്കറിയില്ല, ഒരു നിയമപാലകന്റെ നെഞ്ച് ചവിട്ടി ഒരുത്തനെ കൊന്നുകളഞ്ഞു. അപ്പൊ അതില് ഒരാള് ഇങ്ങനെ ഈ കമന്റ് ഇട്ടിരിക്കുകയാണ്, നിയമപാലകന്റെ അവസ്ഥ ഇതാണെങ്കിൽ നമ്മുടെ അവസ്ഥ എന്താണ്? ഒരു പോലീസിനെ പരസ്യമായിട്ട് രാത്രി ചവിട്ടി കൊന്നെങ്കിൽ നമ്മളെയൊക്കെ എത്രയല്ല. സ്വത്രം. നമുക്കെവിടെ സുരക്ഷ? പണ്ട് വേൾഡ് ട്രേഡ് സെന്റർ പൊടിയായി കഴിഞ്ഞപ്പോൾ, തകർന്ന് തരിപ്പണമായി കഴിഞ്ഞപ്പോൾ ഭീകരന്മാർ തകർത്ത് കളഞ്ഞല്ലോ. അപ്പോൾ ആരാണ്ടും ചോദിക്കുക, അമേരിക്കയാണ് ഏറ്റവും വലിയ സുരക്ഷ ഉള്ള ഒരു രാജ്യം. അമേരിക്കയിലെ ബിൽഡിംഗ് എല്ലാം യാതൊരു കാരണവശാലും എർത്ത് വന്നാലൊന്നും അത് പൊടിഞ്ഞു പോകത്തില്ല, അതുപോലെ സ്പ്രിംഗ് ആക്ഷനിൽ നിൽക്കുക. ആ കെട്ടിടത്തെ പോലും ഭീകരന്മാർ പ്ലെയിൻ ഇടിച്ച് അതിന്റെ ഫ്യൂല് കൊണ്ട് അത് കത്തിച്ച് കളഞ്ഞെങ്കിൽ 5000 ചില്ലുവാനും ജനത്തെ ഒരു ചില മണിക്കൂർ കൊണ്ട് കൊന്നുകളയാൻ ഇടയായി തീർന്നെങ്കിൽ നമുക്കൊക്കെ എന്ത് സുരക്ഷതയുള്ളത് പണ്ടാരൊക്കെ ചോദിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, സമയം തക്കത്തിൽ ഉപയോഗിച്ചു കൊള്ളണം. രാവിലെ എഴുന്നേറ്റ് നമ്മുടെ കോട്ട നമ്മൾ തേക്കണം. എന്താണ്? വചനധ്യാനവും പ്രാർത്ഥനയും. അരമണിക്കൂറെങ്കിലും ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിച്ച് 2-3 അധ്യായം ധ്യാനിച്ച് അതിൽ നിന്ന് സന്ദേശം ഉൾക്കൊണ്ടുകൊണ്ട്, കർത്താവേ ഇന്ന് പൽക്കാലം ഈ വചനപ്രകാരം ജീവിക്കാനുള്ള കൃപ തരണമെന്ന് പ്രാർത്ഥിച്ച് ഏൽപ്പിച്ചു കൊടുക്കാതെ ബ്രേക്ക്ഫാസ്റ്റ് പോലും കഴിക്കരുതെന്നാണ് എൻ്റെ വാദം. ഹല്ലേലൂയ. നമുക്ക് ആത്മശക്തി വേണം. ഞാൻ ഇവിടെ സംസാരിച്ച വചനങ്ങൾ പറഞ്ഞാട്ടെ, ആത്മാവും ജീവനുമാകുന്നു. ഈ ആത്മാവും ജീവനുമാകുന്ന വചനം നമ്മുടെ ഉള്ളിൽ ചെന്ന് കഴിയുമ്പോൾ അകത്തെ മനുഷ്യൻ ബലപ്പെടാൻ യാതൊരു സംശയവും. വചനം നമ്മുടെ ഉള്ളിലോട്ട് കയറണം, അല്ലാതെ ഒരു രക്ഷയില്ല. വചനം നമ്മുടെ ഉള്ളിൽ വ്യാപരിച്ച് നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് ചെന്നിട്ട്, കൊലോസ്യ ലേഖനത്തിൽ അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടും ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ. ആ വാക്യം എവിടെയെന്ന് പറഞ്ഞു കൊടുക്കും സഹോദരൻ. ആ വാക്യമൊക്കെ ഒന്ന് നോട്ട് ചെയ്യണം. കൊലോസ്യ ലേഖനത്തിലുള്ള വാക്യമാണ്, ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി നിങ്ങളിൽ ഐശ്വര്യമായി വസിക്കട്ടെ. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യം. ആത്മീയ ഗീതങ്ങളാലും സ്വത്രം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടി നിങ്ങളിൽ വസിക്കട്ടെ. ക്രിസ്തുവിന്റെ വചനം നമ്മളിൽ വസിക്കുമ്പോൾ നമുക്ക് പിശാചിന്റെ പോരാട്ടങ്ങളുടെ മേൽ ജയമെടുക്കാൻ കഴിയും. അങ്ങനെ വചന ഹൃദയത്തിൽ വസിച്ചാൽ നമുക്ക് ജയിക്കാൻ കഴിയുമെന്നുള്ളൊരു വാക്യം വല്ലതും ഉണ്ടോ പുസ്തകത്തിൽ? ഞാൻ കഴിഞ്ഞ ദിവസം നേരത്തെ എനിക്ക് അറിവുണ്ട്. യോഹന്നാന്റെ ലേഖനം ഇങ്ങനെ വായിച്ചുകൊണ്ടിരുന്നപ്പോൾ, യോഹന്നാന്റെ 1-ാം ലേഖനം എടുക്കാം. 1-ാം ലേഖനം. ഹല്ലേലൂയ ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ 2-ാം അധ്യായത്തിന്റെ 12 മുതലുള്ള വാക്യങ്ങൾ സൂക്ഷ്മതയോടൊന്ന് വായിച്ചാൽ. കുഞ്ഞു എഴുതുന്നു, പിതാക്കന്മാരെ ആമേൻ, ബാല്യക്കാരെ അടുത്ത് സ്തോത്രം സ്തോത്രം വായിച്ചോ. അടുത്ത് ശ്രദ്ധിച്ചു കേൾക്കണേ. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും. അവ ദുഷ്ടനെ ജയിക്കുന്ന എങ്ങനെയാ സഹോദരി? ദൈവവചനം ഹൃദയത്തിൽ വസിക്കണം. ദൈവത്തിന്റെ വചനം ഈ ഹൃദയത്തിൽ വസിക്കണം. ഇതിനോട് ചേർത്ത് യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം പഠിക്കുമ്പോൾ, എന്റെ വചനം നിങ്ങളിലും നിങ്ങൾ എന്നിലും വസിപ്പീൻ. വചനം നമ്മളിൽ വസിക്കണം.
ഏലി പുരോഹിതന്റെ കാലത്ത് വചനം ദുർലഭമായിരുന്നു. അതുപോലെ കർത്താവിന്റെ വരവിന് മുൻപുള്ള ഈ കാലഘട്ടത്തിന് വേറെ പണ്ഡിതന്മാർ പറയുന്നത് ലവോദിക്ക പീരീഡ് എന്നാണ്. ഈ ലവോദിക്ക പീരീഡിൽ ദൈവവചനം ഹൃദയത്തിലില്ല. അപ്പൊ തന്നെ വേറെ പലതും ഹൃദയത്തിൽ കയറി സ്ഥാനം പിടിച്ചിരിക്കുക. ഇന്ന് പൽക്കാലം ശുദ്ധീകരണത്തോടെ കടന്നു പോകണം. സ്തോത്രം. നെഹമ്യാവ് സ്തോത്രം എന്ത് ചെയ്തു? സൻബല്ലത്തും തോബിയാവും കൊണ്ടുവച്ചിരിക്കുന്ന അവന്റെ ചരക്കുകളെല്ലാം ആലയത്തിന്റെ അറകളിൽ നിന്നെടുത്ത് വലിച്ചെറിഞ്ഞ് കളഞ്ഞിട്ട് അവിടെ ആലയത്തിന്റെ ഉപകരണങ്ങളെല്ലാം കൊണ്ടുവന്ന് തിരിച്ചു വെച്ചതുപോലെ നിന്റെ ഹൃദയത്തിലും എന്റെ ഹൃദയത്തിലും ദൈവം വസിക്കുന്നു. നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ? ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്നതിന്റെ മന്ദിരത്തിൽ ദുഷ്ടനായ സാത്താന്റെ ഒരു ചരക്കും പാടില്ല. ദൈവവചനം വസിക്കണം. യോഹന്നാൻ സ്നാപകന്റെ യോഹന്നാൻ അപ്പോസ്തലന്റെ പ്രത്യേകത എന്താ? ശിഷ്യന്മാരിൽ വെച്ച് ഒന്ന് പറഞ്ഞു, ആരെങ്കിലും ഒന്ന് പറഞ്ഞു. കറക്റ്റ്, 100 മാർക്ക്. നിങ്ങൾക്കൊക്കെ കോഴിവെട്ടി. യേശുവിന്റെ മാറിൽ ചാരിയിരുന്നു യോഹന്നാൻ. യേശുവിന്റെ മാറിൽ ചാരിയിരുന്നപ്പോ ഒരു വേദപണ്ഡിതൻ പറഞ്ഞൊരു ഒരു കമന്റ് ആണ്. യേശുവിന്റെ മാറിൽ ചാരിയിരുന്നപ്പോ ഹൃദയത്തിന്റെ ഇടിപ്പ് കണ്ടിട്ട് ഇതൊരു മനുഷ്യന്റെ ഇടിപ്പായിട്ട് തോന്നുന്നില്ല. ഇതാരാ? ഒരു അസാമാന്യ മനുഷ്യനാണ്. ഇദ്ദേഹം ഒരു ദൈവമായിരുന്നു. യേശു ക്രിസ്തുവിനെ കുറിച്ച് യോഹന്നാൻ അപ്പോസ്തലൻ വെളിപ്പെടുത്തുന്നത് ദൈവമായിട്ടാണ് യേശു ക്രിസ്തുവിനെ. യോഹന്നാന്റെ സുവിശേഷ ലേഖനങ്ങൾ നിങ്ങൾ അവഗണിച്ച് പഠിച്ചു നോക്കിക്കോ. യഥാർത്ഥ ദൈവപുത്രനായിട്ടാണ് യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്നത്. ആ മാറിച്ചാരിയുന്ന യോഹന്നാനാണ് പറയുന്നത്, നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങളിൽ വസിക്കിയാലും നിങ്ങളെ ദുഷ്ടനെ ജയിച്ചിരിക്കാലും ഞാൻ നിങ്ങൾക്ക് എഴുതിയിരിക്കുന്നു. ഇപ്പൊ ദുഷ്ടൻ നമ്മളെ ജയിച്ചോ നാം ദുഷ്ടനെ ജയിച്ചോ? നിങ്ങളാണ് വിലയിരുത്തുന്നത്. ഞാൻ പ്യൂർ വചനമോ പറയുന്നത്. കഴിഞ്ഞ ദിവസം ഒരു അച്ചായൻ എന്നോട് വിളിച്ചു, പാസ്റ്ററെ ഞാൻ വലിയ കഷ്ടത്തിലായിരുന്നു. എന്തോ പറ്റി? വലിയ ബന്ധനമാണ്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മാവിൽ ആരാധിക്കുന്ന ഒരു പാസ്റ്ററാണ്. പുള്ളി ചെറിയൊരു പാസ്റ്റർ കൂടി. പരസ്യങ്ങൾക്കൊക്കെ പോയി ഭയങ്കര പ്രസംഗം നടത്തുന്ന ആളാ. പിശാച് ബന്ധിച്ചിട്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞ അച്ചായൻ മാനസാന്തരപ്പെടാൻ പറഞ്ഞു. യഥാർത്ഥ വീണ്ടുജനനം പ്രാപിച്ച ദൈവവചനം എങ്ങനെയാ പിശാച് ബന്ധിക്കുന്നത്? പോരാട്, മനസ്സിലാക്കണം. പോരാട് പിശാച് ബന്ധിക്കുന്നെങ്കിൽ. ഇവിടെ പറയാ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നമ്മളിൽ വസിക്കുമ്പോൾ ഈ വചനം എന്താ? അതിനെ കുറിച്ച് പറഞ്ഞാട്ടെ. ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവവചനം വസിക്കുന്നവരെ പിശാച് ബന്ധിക്കും. എന്നെക്കാളും 2-3 വായ്പകൾ ശരിക്കാൻ കൊണ്ട് ശാസിച്ചിട്ട് പറഞ്ഞ് മര്യാദയ്ക്ക് ദൈവവചനം എടുത്ത് വായിച്ച് അനുസരിച്ച് ജീവിക്കാൻ പറഞ്ഞു. കാരണം ഉപദേശം പറഞ്ഞ കേൾക്കത്തില്ല. പല പ്രാവശ്യം ഞാൻ പറയുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ ഉൾട്ട പറഞ്ഞോണ്ട് ഞാൻ പറഞ്ഞു, അച്ഛാ ഈ വചനങ്ങളെടുത്ത് ഉപദേശങ്ങളൊക്കെ എടുത്ത് വായിച്ച് പഠിച്ച് അനുസരിച്ച് ജീവിക്കുക. ഞങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, ദൈവത്തിൽ നിന്നുള്ളവർ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നു, ദൈവത്തിൽ നിന്നല്ലാത്തവൻ ഞങ്ങളുടെ വാക്ക് കേൾക്കുന്നില്ല. 1 യോഹന്നാൻ 4:6 ശക്തിയോട് എടുത്ത് പറഞ്ഞു. അവർ തരുന്ന ഉപദേശങ്ങൾ ദൈവത്തിന്റെ ഉപദേശങ്ങളാണ്, വചനങ്ങളാണ്. അത് വായിച്ച് പഠിച്ച് അനുസരിച്ചാൽ ക്രിസ്തു നമ്മളിൽ വസിക്കും. ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം സകല ജ്ഞാനത്തോടുകൂടി ഐശ്വര്യമായി നിങ്ങളിൽ വസിക്കട്ടെ എന്ന് വചനം പറയുന്നുണ്ട്. ഇവിടെ ഇതാ പറയുന്നു, ദൈവവചനം നിങ്ങളിൽ വസിക്കയാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കുകയാലും. അപ്പൊ വചനം ഉള്ളിൽ വസിക്കുന്നവനെ എങ്ങനെ പിശാച് ജയിക്കും എന്നാ പറയുന്നത്? എനിക്കത് മനസ്സിലാകുന്നില്ല. തിരുത്താൻ പറഞ്ഞു ജീവിതം. വലിയ ബുദ്ധിമുട്ടും ഞെരുക്കവും പ്രയാസവും തന്റെ ജീവിതത്തിൽ അനുഭവിച്ച് ഞാൻ മുൻപോട്ട് പോകും. എന്ത് ഉപദേശം പറഞ്ഞാലും അത് തട്ടിക്കളയാണ് തന്റെ സ്വഭാവം. ഞാൻ പറഞ്ഞു, ഉപദേശം തട്ടിക്കളയാതെ ആ വചനം അനുസരിച്ച് ജീവിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ നിങ്ങളുടെ വിഷയം ദൈവം പരിഹാരം ചെയ്യും. ഹല്ലേലൂയ. നമുക്കിപ്പോ നമ്മുടെ ആവശ്യങ്ങൾ ആരെങ്കിലും ഒന്ന് സഹായിച്ചാൽ തന്നെ എന്താ അവർ സഹായിക്കുന്നത്? അവരാളാവുന്നല്ലേ ചെയ്യാൻ പറ്റത്തുള്ളൂ. എന്നാൽ എന്റെ ആവശ്യങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ ഏൽപ്പിച്ചാൽ പൗലോസ് എന്താ പറയുന്നത്? നിങ്ങളുടെ ആവശ്യങ്ങൾ സ്വത്രത്തോടെ ദൈവത്തോട് അറിയിക്കുക. എത്രയും വേണ്ടത്? ദൈവം നമുക്ക് പരിഹാരം തരും. ദൈവം നമ്മുടെ വിഷയങ്ങളെ ക്രമീകരിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി നമ്മളിൽ വെളിപ്പെട്ട് കഴിയുമ്പോൾ എല്ലാ നിലയിലും നമുക്കൊരു സമൃദ്ധിയും അനുഗ്രഹവും ഉണ്ടാകും. ഉറപ്പ്. ഹല്ലേലൂയ. ഞാനത് വിശ്വസിക്കുന്നവനാണ്.
അതിന് ഞാൻ പറയുന്ന ഒരു ഭാഗമാണ് ഏലിയാവിന്റെ വിഷയം. ഞാൻ ആചാര്യോട് എടുത്ത് പറഞ്ഞു, ഏലിയാവിനെ പുലർത്താനായിട്ട് ദൈവം ആരോടൊക്കെ കൽപ്പിച്ചിട്ടുണ്ട്? ഒന്ന് കാക്കയോട്, പിന്നെ അടുത്ത് ദൈവം കൽപ്പിച്ചിരിക്കാന്ന്. ദൈവം കൽപ്പിച്ചിരിക്കുക ക്ഷാമകാലത്ത് ക്ഷേമത്തോടെ പോറ്റുവാൻ ദൈവത്തിന്റെ കമാൻഡിൽ കൽപ്പന കാക്കയ്ക്ക് കൊടുത്തു കഴിഞ്ഞു. ഇനി ഏലിയാവ് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ മതി, സമയാസമയം വരുന്ന ഫുഡ് വാങ്ങി കഴിച്ച് ദൈവത്തിന് നന്ദി കൊടുത്തോണ്ടിരുന്നാൽ മതി. കൽപ്പന പുറപ്പെടുവിച്ചു. ദൈവം കൽപ്പിക്കുമ്പോൾ മാത്രമേ നമ്മുടെ വിഷയങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാകത്തുള്ളൂ. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കി ദൈവത്തോട് പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ ദൈവം ചിലരോട് കൽപ്പനയിടും. ദൈവം കൽപ്പന കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ആർക്കും തുടർന്ന് ചെയ്യാൻ പറ്റും. സമയത്ത് അനുഭവിക്കാൻ അത് ദൈവത്തിന്റെ പ്രവൃത്തി. നമ്മൾ ദൈവത്തെ വിശ്വസിക്കുക. മൂക്കിൽ ജീവശ്വാസമുള്ള മനുഷ്യനെ വിട്, ദൈവത്തെ വിശ്വസിക്കുക. ഹല്ലേലൂയ. എന്റെ വിഷയങ്ങൾക്കെല്ലാം ദൈവം പരിഹാരകരാണെന്ന് ദൈവത്തെ വിശ്വസിക്കുക. ഈ ഇസ്രായേൽ മക്കൾ കണ്ടതുപോലെ അത്ഭുതം ആര് കണ്ടിട്ടുണ്ട് എന്ന് പറഞ്ഞേ? ആരെങ്കിലും കണ്ടോ? പകൽ മേഘസ്തംഭം, രാത്രി അഗ്നിസ്തംഭം, സ്വർഗീയ മന്ന. ഹല്ലേലൂയ. സ്വർഗീയ മന്നയെ കുറിച്ച് സങ്കീർത്തനം പറയുന്ന ഒരു ഭാഷ ഉണ്ടെന്ന് പറഞ്ഞേ. അതിനെ ഞാൻ നോക്കണ്ടല്ലോ. പൊത്തോ നോക്കാതെ പറ. ശക്തിമാന്മാരുടെ അപ്പം. ഓ അതാ ഈ ഇരിക്കുന്ന കൈയിരിക്കുന്ന പൊത്തോ, ഇതാ ഈ അപ്പം. അന്ന് അതാണെങ്കിൽ ഇന്ന് നമ്മുടെ ആത്മാവിന്റെ ആഹാരം ഇതാ. യേശു പിശാചിനോട് എന്താ പറഞ്ഞത്? മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ട് ജീവിക്കുന്നു പിശാചി എന്ന് പറഞ്ഞ് കേട്ടപ്പോൾ ആള് തലം വിട്ടു. ദൈവവചനം ഭക്ഷിക്കുന്നുണ്ടോ രാവിലെ, ഉച്ചയ്ക്ക്, വൈകുന്നേരം? ഇത് ആത്മാവിന്റെ ആഹാരമാണെന്ന് കരുതി ഇത് ഭക്ഷിച്ച് ബലപ്പെടാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ ശരീരത്തിൽ ബലം ഇല്ലാതിരിക്കുമ്പോൾ ചിലപ്പോൾ ചില രോഗങ്ങളോ പ്രതിസന്ധികളോ ഒക്കെ വന്ന് ബലം നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ എൻ്റെ ഒരു പാഴ്വാക്കായിട്ട് നിങ്ങൾ എടുത്തു. ഒരു 1/2 മണിക്കൂർ ദൈവസന്നിധിയിൽ ചില വചനം ധ്യാനിച്ച് ഒന്ന് ആത്മാവിനെ ആരാധിച്ച് നോക്കിയേ. എവിടെന്നോ ഈ ബോൺവിറ്റ കഴിക്കുന്ന ബലം അതുപോലെയൊന്നും അല്ല, നല്ല ഒന്നാന്തരം ശക്തി നമ്മളിലേക്ക് അങ്ങോട്ട് ഇറങ്ങി വരും. ഓ ഹല്ലേലൂയ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അത് എഫേസ്യ ലേഖനത്തിൽ അതിന്റെ വാക്യങ്ങളുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം അതിന്റെ 1-ാം അധ്യായത്തിൽ ആ പ്രാർത്ഥനയിൽ ആ വാക്യം കിടപ്പുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ. അതിന്റെ 17 തൊട്ടങ്ങ് വായിച്ച സഹോദരി, 17 തൊട്ട് വായിച്ചേ. എന്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തും കൊണ്ട്. ആമേൻ ആമേൻ ഹല്ലേലൂയ. ആമേൻ സ്തോത്രം. ഇന്നതൊന്നും അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. വിശുദ്ധന്മാർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതൊന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് പൗലോസ് പ്രാർത്ഥിക്കുക എഫേസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. അവന്റെ ബലത്തിൻ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം. ദൈവാത്മാവിന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഞാനും നിങ്ങളും ഇതുവരെ അനുഭവിച്ചിട്ടില്ല. അത് അനുഭവിക്കണം. അതിനാണ് ഈ ക്ലാസ് ഇവിടെ എടുക്കുന്നത്, അല്ലെ? വേറെ ദൈവാത്മാവിന്റെ ശക്തി നമ്മുടെ മൺകൂടാരത്തിൽ വസിക്കുകയാണെന്നേ. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല എന്ന് പറയേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺകൂടാരത്തിൽ എത്രയും വ്യാപരിക്കുന്നത് ഈ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തി മൺകൂടാരത്തിൽ വ്യാപരിക്കാൻ ഏൽപ്പിച്ചു കൊടുക്കണം. ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ശുദ്ധീകരണം പ്രാപിച്ച്
കർത്താവേ, ഞങ്ങളുടെ ആത്മാവിന്റെ അത്യന്ത ശക്തി എന്നിൽ വ്യാപരിക്കുവാനോട് ഇടയാകണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ചു കൊടുത്താൽ ശുദ്ധീകരണം ക്ലിയർ ആയി കഴിയുമ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേലുണ്ടാകും. ദൈവത്തിന്റെ ആത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം നമ്മുടെ മേൽ ഉണ്ടാകുമ്പോൾ പലതും സംഭവിക്കുവാനിടയായി തീരും. ദൈവത്തിന്റെ വ്യാപാര വിശ്വസിക്കുന്നവർക്ക് വേണ്ടിയാണ് ഒരു ശക്തിയുടെ ആധിപത്യ വലിപ്പം ഇന്നെന്നും അറിയേണ്ടത്. ഈ ദിവസങ്ങളിൽ ദൈവാത്മാവിന്റെ ശക്തിയുടെ രണ്ടുപേരുടെ അബ്രഹാമിന്റെ വിശ്വാസം, സാറയുടെ വിശ്വാസം, ഈ രണ്ടുപേരും വ്യാപരിക്കട്ടെ. ദൈവത്തെ ശക്തിക്കും കുറവ് വന്നിട്ടില്ല. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നെന്നും അറിയേണ്ടത്. ഈ പ്രിയപ്പെട്ടവരെ അത് വെളിപ്പെട്ടു തലമുറയായി വെളിപ്പെട്ടു സംഭവിക്കട്ടെ. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന ശക്തിയുടെ അളവറ്റ വലിപ്പം 2024 ഒരു പൂർണ്ണ രോഗിയായി ഞാൻ മാറി. എന്റെ ബെഡ്റൂമിൽ ഞാൻ കിടക്കുന്ന സമയത്ത് തല പൊട്ടിപ്പോകത്തൊക്കെ പോലെ വേദന വന്ന് ഞാൻ മരിക്കാൻ പറ്റി. ഹൈ പ്രഷർ അടിച്ചാന്നൊക്കെ പറയും. ഒരു സിസ്റ്റർ നേഴ്സിനോട് ഞാൻ ഈ വിവരം പറഞ്ഞപ്പോൾ പ്രഷർ അടിച്ചത് ദൈവം നിങ്ങളെ വിടുവിച്ചാൽ മതി. എനിക്കറിയാം, എനിക്ക് ബോധ്യമായി ദൈവം വിടുവിച്ചാൽ മതി. ഞാൻ പറഞ്ഞു എനിക്ക് ചികിത്സിക്കാനും എനിക്ക് ആ ഹോസ്പിറ്റലിൽ പോകാനൊന്നും പറ്റത്തില്ല. എൻ്റെ മക്കളും ഒക്കെ എല്ലാം ഇത്രയൊക്കെ ഉള്ളൂ, എല്ലാം മൈനസാണ്. എനിക്ക് സൗഖ്യം തന്നാൽ ഞാൻ ദൈവവചനം പ്രസംഗിച്ചോളാം, ഇല്ലെങ്കിൽ ഇതാ ഇവിടെ കിടന്ന് ഞാൻ തീരാൻ പോകും. പ്രാർത്ഥിച്ചേൽപ്പിച്ചു കൊടുത്തു. വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവരുടെ ശക്തിയുടെ അളവറ്റ വലിപ്പം നമ്മളിലേക്ക് വ്യാപരിക്കുമ്പോൾ ഏത് അസുഖമാ പോകാത്ത, ഏത് വിഷയമാ ക്രമീകരിക്കപ്പെടാത്ത. ഈ വടക്കേന്ത്യയിലൊക്കെ ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശുശ്രൂഷകന്മാർ ജയിലിൽ കിടക്കുക. ഈ ജയിലിൽ കിടന്നവർ എന്ത് ചെയ്യും? ജയിലിൽ കിടന്ന് പ്രാർത്ഥിക്കണമെന്ന്. ഇപ്പൊ നമ്മൾ വായിച്ച പ്രാർത്ഥന എവിടെ കിടന്ന് പ്രാർത്ഥിച്ചതാ? കൊലോസ്യ ലേഖനത്തിലെ പ്രാർത്ഥന എവിടെ കിടന്ന് പ്രാർത്ഥിച്ചതാ? കൊലോസ്യ ലേഖനത്തെ പ്രാർത്ഥനയൊക്കെ നമ്മൾ എടുക്കാൻ പോകുന്നുണ്ട്. പൗലോസിന്റെ പ്രാർത്ഥന തരംതിരിച്ച് പഠിക്കണം. കാരാഗ്രഹത്തിൽ കിടന്നുകൊണ്ട് മനുഷ്യൻ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം ഫയറാവും. ഹല്ലേലൂയ. ശത്രുക്കൾ ബന്ധിച്ചിട്ടിരിക്കുന്ന സ്ഥലത്ത് അവർ പിറുപിറുത്തോണ്ട് കിടക്കുകയല്ല ചെയ്തത്. അവർ ദൈവത്തിൽ പ്രാർത്ഥിച്ചവർ ബലപ്പെടുക. ആ സന്ദേശം ലേഖനങ്ങളായി സഭകൾക്ക് എഴുതി അറിയിച്ച് സഭകളിൽ ബലഹീനരായ വിശ്വാസികൾ ബലപ്പെടാനായിട്ട് അത് ഇടയായിത്തീർന്നു. ഞാനത് വായിച്ചപ്പോൾ എനിക്ക് വലിയ സന്തോഷം തോന്നി. ദൈവാത്മാവിന്റെ ശക്തിയുടെ വ്യാപാരം ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം എടുത്തൊന്ന് വായിച്ചേ. അവിടെ എന്താ സംഭവിച്ചെന്ന് നോക്കി. നമ്മൾ ഇതിനെ കുറച്ച് കാണുകയല്ലേ, നമുക്ക് ഇതിനെ കുറിച്ചുള്ള അജ്ഞത ഉണ്ടാവുന്നതായിരിക്കും അങ്ങനെ കാണുന്നത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം വായിച്ചു. ആമേൻ. ദൈവത്തിന്റെ ആത്മാവ് വെള്ളത്തിന്റെ മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. ഒരു മനോഹരമായ ഭൂമി, ആ വെള്ളത്തിൽ നിന്ന് പുറത്തു വരുവാൻ ദൈവം ചെയ്തത് തന്റെ ആത്മാവ് ആ വെള്ളത്തിന്മീതെ പരിവർത്തിച്ചു കൊണ്ടിരുന്നു. അങ്ങനെയാണ് സൃഷ്ടിപ്പ് നടക്കുന്നത്. അവിടെ നമ്മൾ ദൈവാത്മാവിന്റെ ശക്തിയെ കുറച്ച് കാണരുത്. നമ്മൾ ബലഹീനരാണ്, നമ്മൾ തെറ്റിപ്പോകുന്നവരുടെ കാര്യമൊക്കെ ശരിയാ. യാക്കോബ് പറയും നാം പലതിലും തെറ്റിപ്പോകും, കാര്യമൊക്കെ ശരിയാ. ശുദ്ധീകരണം പ്രാപിച്ചോണം. ഒരു തെറ്റ് വന്നു ഉടനെ ശുദ്ധീകരണം പ്രാപിച്ചോണം, ഇട്ടുകൊണ്ടിരിക്കരുത്. ശുദ്ധീകരണം പ്രാപിച്ചോണം. ശുദ്ധീകരണം പ്രാപിച്ച് കർത്താവേ ഞാൻ തെറ്റിപ്പോയി, എൻ്റെ ജീവിതത്തിൽ തെറ്റ് വന്നു പോയി, അല്ലെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ തെറ്റ് വന്നു, എല്ലാം ക്ഷമിക്കണം കർത്താവേ, ശുദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് ആ തെറ്റ് പിന്നെ ആവർത്തിക്കാതെ ദൈവത്തിൽ ഏൽപ്പിച്ച് ശുദ്ധീകരണം പ്രാപിച്ച് ദൈവാത്മാവിനെ നമ്മളിൽ അങ്ങോട്ട് പ്രവർത്തിക്കാനായിട്ട് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ നമ്മളെ അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കുക. നമ്മുടെ ബുദ്ധി അപരമായി പൊക്കോട്ടെ ആ സമയത്തേക്ക്. സ്വത്രം. ഞാൻ ബുദ്ധി കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ആത്മാവ് കൊണ്ട് പ്രാർത്ഥിക്കും, ഞാൻ ബുദ്ധി കൊണ്ട് പാടും, ഞാൻ ആത്മാവ് കൊണ്ട് പാടും. ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന എത്ര പേരുണ്ട്? ആത്മാവിൽ പാടുന്ന എത്ര പേരുണ്ട്? ദൈവശക്തി ഇറങ്ങാൻ അതല്ല വേറെ വഴിയാണ്. സഭകളിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ
വെള്ളിയാഴ്ച ഉപവാസ പ്രാർത്ഥന. അതുകൊണ്ട് ഞാൻ പോയി കഴിഞ്ഞാൽ വല്ലതൊക്കെ വിളിച്ച് പറയാം. അതുകൊണ്ട് പിന്നെ ആരും പിളക്കണ്ടല്ലോ എന്ന് അവിടെ പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? എനിക്ക് ചക്കയ്ക്ക് മാണിക്ക് തേക്ക് വേണ്ടി പ്രാർത്ഥിക്കും. 4 പേര് പ്രാർത്ഥിക്കാൻ പറഞ്ഞാൽ 4 പേരുടെ പ്രാർത്ഥന റെക്കോർഡ് ചെയ്ത് പറ്റി എല്ലാം ഒരു വിളി. കൊലോസ് ലേഖനം 1-ാം അധ്യായത്തിന്റെ 10-ാം വാക്യം എടുത്തൊന്ന് വായിച്ചു. ആ പൗലോസിന്റെ പ്രാർത്ഥന എന്താന്ന് നോക്കാം. പറയാനൊരു പ്രേരണയുണ്ട്. വായിച്ചു. ഹല്ലേലൂയ. സ്വത്രം. നിങ്ങൾ പൂർണ്ണ പ്രസാദത്തിനായി കർത്താവിന് യോഗ്യമാവണ്ണം നടന്ന് ആത്മീകമായ സകല ജ്ഞാനത്തിലും വിവേകത്തിലും ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. നമുക്ക് കുറെ ജ്ഞാനം ഉണ്ടെന്ന് പറഞ്ഞാൽ അർത്ഥമില്ല. ഈ ലോകത്തിന്റെ ജ്ഞാനം ദൈവം പോഷകമാക്കിയെന്നാണ് ഇരിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ ജ്ഞാനമാണ് സഹോദരന്മാരെ നമുക്ക് സ്വതന്ത്രം വേണ്ടത്. ഇന്നത്തെ പ്രസംഗങ്ങൾ മുഴുവൻ ലോകത്തിന്റെ ജ്ഞാനം കുടഞ്ഞിടുക ചെയ്യുന്നത്. ഈ ലോകത്തിന്റെ ജ്ഞാനം പ്രാപിച്ച ശുശ്രൂഷകന്മാർ ഈ ലോകത്തിന്റെ ജ്ഞാനം കുടഞ്ഞിടുമ്പോൾ അവിടെ ദൈവാത്മാവിന് പ്രവർത്തിക്കാൻ കഴിയാതെ അവിടെ ഡെഡായി പോവുക. ക്രൂശിന്റെ വചനം നശിച്ചുപോകുന്നവർക്ക് പോഷത്വം, രക്ഷിക്കപ്പെടുന്ന നമുക്ക് ദൈവശക്തി. അപ്പൊ ദൈവത്തിന്റെ ശക്തി വചനത്തിലായിരിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം നമ്മൾ വായിച്ചില്ലേ? ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ, പറവകൾ പറക്കട്ടെ, കടലിൽ ജീവിക്കട്ടെ എന്ന് സ്വർഗത്തിലെ ദൈവം പറഞ്ഞപ്പോൾ അത് സംഭവിച്ചെങ്കിൽ എന്റെ ഇതിനിടെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവം ഒരു കൽപ്പനയിട്ടാൽ അത് സംഭവിക്കില്ലയോ? എന്തിനാ ദൈവത്തെ അവിശ്വസിക്കുന്നത്? ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവാത്മാവിന് പ്രവർത്തിക്കാനായിട്ടുള്ളൊരു പ്രവർത്തന മേഖലയായിട്ട് നമ്മുടെ ജീവിതം അങ്ങോട്ട് മാറട്ടെ. ബുദ്ധിയുടെ പ്രമാണങ്ങൾ അഫലമായി പോകും. ലാസ്റ്റ് ക്യാപ്റ്റൻ ശമൂൽ ഉണ്ടായിരുന്നു, നല്ലൊരു മനുഷ്യനായിരുന്നു. അദ്ദേഹം പറയും, കൺവെൻഷൻ നടത്തിയ ബുദ്ധി, കോട്ടയം മീറ്റിംഗ് നടത്തിയ ബുദ്ധി, അടുത്ത് പാട്ടും പാടി അതിനൊക്കെ ആത്മാവിന് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. പരിശുദ്ധാത്മാവിന് പ്രവർത്തിക്കാൻ വിട്ടുകൊടുക്കുന്നില്ല. റോമാലേഖനം 15-ാം അധ്യായത്തിന്റെ 18-ാം വാക്യം വായിച്ചു. എത്ര മനോഹരമായ ഒരു വാക്യമാണ്. എല്ലാവരും ഇത് കുറിച്ചിട്ടൊന്ന് പഠിക്കണേ. വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടോ പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടാൻ എനിക്കില്ല. നമ്മളിപ്പോ ഒത്തിരി മിണ്ടിക്കൊണ്ടിരിക്കുക. ഞാനും ഇൻക്ലൂഡിങ് മീ, ഞാൻ എന്നെ ഒന്ന് തിരുത്തുക ചെയ്തത്. ഇന്ന് എന്നെയും കൂടി തിരുത്തുക ചെയ്തത്. ദൈവാത്മാവിന്റെ പ്രവൃത്തിക്ക് വേണ്ടി നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാൻ പറ്റുമോ? കർത്താവെ, എനിക്ക് ശക്തിയില്ല, എനിക്ക് ബുദ്ധിയില്ല, എനിക്ക് കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല. സജിപ്പാസ് പറയേണ്ടത്, ഞാനും എന്റെ ഭാര്യയും ഒരു കുഞ്ഞിന് രൂപം കൊടുക്കുവാൻ ഞങ്ങളുടെ ബീജത്തിന് ശക്തിയില്ല. എന്നാൽ ദൈവാത്മാവിന്റെ വ്യാപാരം നടക്കുകയാണെങ്കിൽ അത് കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാറയെ പോലെ, അബ്രഹാമിനെ പോലെ ഞാനിതാ വിശ്വസിക്കുന്നു. കർത്താവേ സ്തോത്രം, ഞങ്ങളുടെ കുറവുകളെ ക്ഷമിച്ച് നിന്റെ പ്രവൃത്തി ഞങ്ങളിൽ വെളിപ്പെടണമെന്നൊന്ന് ഏൽപ്പിച്ചു കൊടുത്ത് പ്രാർത്ഥിച്ചു നോക്കിയേ. പറയാനുള്ള കാര്യം, ഒരു കുട്ടികളില്ലാത്തൊരു ദമ്പതിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഞാൻ പ്രാർത്ഥിച്ചു. അവർക്ക് കുട്ടികളുണ്ടായി. പക്ഷെ ആ കുഞ്ഞ് പുറത്തു വരുന്നതിന് മുമ്പ് ആ കുഞ്ഞ് മരിച്ചുപോയി. എന്താ കാര്യമെന്നറിയോ? ഭർത്താവ് എന്നോട് പറഞ്ഞു, ഇവളുടെ അനാസ്ഥ കൊണ്ടാണ് അത് മരിച്ചത്. ഞാൻ ഒരു പ്രഗ്നന്റ് ആയ സ്ത്രീ പാലിക്കേണ്ട നിയമങ്ങളുണ്ട്, കൊണ്ടുപോയിട്ടുണ്ട്. അദ്ദേഹം ഇപ്പോഴും ക്ലാസ് പ്രാർത്ഥിച്ചപ്പോ അവൾ പ്രഗ്നന്റ് ആയി. വർഷങ്ങളോളം പ്രഗ്നന്റ് ആയി. അത് അശ്രദ്ധ കൊണ്ടാണ്. ദുഃഖം താങ്ങാൻ കഴിഞ്ഞിട്ട് എനിക്കിത് ചെയ്യാൻ പറ്റും. അല്ല, അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മളല്ല അതിന്റെ വിഷയം. നമ്മൾ പ്രാർത്ഥിക്കുന്നു, അതിന് ദൈവദാസൻ പ്രാർത്ഥിക്കുന്നു. ദൈവമാണ് അതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവാണ് വ്യാപരിക്കുന്നത്. പാഴും ശൂന്യമായിരുന്ന ഭൂമിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യാപരിച്ചുകൊണ്ടിരുന്നപ്പോൾ മനോഹരമായൊരു ഭൂമിയായി മാറിയത്.
ആ പരിശുദ്ധാത്മാവിന്റെ വ്യാപാരം എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ ഉണ്ടാകുമ്പോൾ നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം മനോഹരമായി മാറും. മറ്റുള്ളവർക്ക് നമ്മളൊരു അനുഗ്രഹമായി മാറും. മറ്റുള്ളവർ നമുക്കൊരു വിടുതലായി മാറും. നാം ഒരു വിടുതലായി മാറും. നമ്മളൊരു ഭവനത്തിൽ ആത്മനിറവോടെ കടന്നു ചെന്ന് പ്രാർത്ഥിച്ചാൽ ആ ഭവനത്തിന് ഒരു ഉദാഹരണം ഉണ്ടാകും. എന്റെ അനിയന്റെ മോള് UK അവിടെ ചെന്നിട്ട് ഏതോ ഒരു ട്രെയിനിങ് ഒരു വിഷയം എടുത്ത് പഠിച്ച് ജോലിക്കാൻ പോയില്ല. പഠിച്ചിരിക്കുക. അപ്പൊ എല്ലാ ദിവസവും എല്ലാ പ്രാവശ്യവും ആദ്യമായിട്ട് പോകാൻ നേരത്ത് പറഞ്ഞു, അതൊന്നും നോക്കിയില്ല, സാമ്പ എനിക്ക് വേണ്ടി ഇത് പ്രാർത്ഥിക്കുന്നു. ഞാൻ പ്രാർത്ഥിച്ചു, ഒരു നോട്ടീസ് കൊടുത്തു, ഇതിൽ ചെയ്യാൻ പറ്റും, നമ്മളിത് വായിക്കും. 3-4 വർഷം ഒരിക്കൽ പോയി പ്രാർത്ഥിച്ചു. കഴിഞ്ഞ വർഷം അവർക്ക് നല്ലൊരു ജോലിയൊക്കെ കിട്ടി. ആ ജോലി കിട്ടി സ്വർഗത്ത് പോകുന്നത് ഞാൻ കരുതി. അവിടെ പോയതെന്തിനാ? ജോലി, കോഴ്സ് പഠിച്ച് ജോലി കിട്ടാൻ. ഒരു ജോലി പ്രവേശിക്കും. കഴിഞ്ഞ 2-3 ആഴ്ചക്ക് മുമ്പ് വന്ന് പോവുകയും ചെയ്തു. പോകാൻ നേരത്തിനോട് പറഞ്ഞു, ഇവിടെ പ്രാർത്ഥന ജോലി കിട്ടി കഴിയുമ്പോൾ പിന്നെ പ്രാർത്ഥന വേണ്ട. എനിക്ക് അതിലോട്ട് ഉദ്ദേശമില്ല. കാരണം അവർക്കൂടെ പഠിക്കാൻ അത്രയും നമുക്ക് നിസ്സാരമായിട്ട് നമ്മൾ കാണും. പക്ഷെ കാര്യം നടന്നു. ഇന്ന് എത്രയോ പേര് പോയിട്ട് അവിടെ പഠിച്ച് ജോലി കിട്ടാതെ പോകുന്നുണ്ട്. സ്വന്തം. അപ്പൊ നമ്മൾ പ്രാർത്ഥിച്ചാൽ പലതും നടക്കും. രോഗികൾ സൗഖ്യമാവും, ഭൂതങ്ങൾ പോകും. ഞാൻ മുമ്പ് പറഞ്ഞല്ലോ, സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് കൊണ്ടുവന്ന് മാസങ്ങളോളം ഇട്ടിരുന്നൊരു കൊച്ച്, 22 വയസ്സുള്ള കൊച്ച്, രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശയം പ്രാപിച്ച്. ഈ പറയുന്നുണ്ട്, ദൈവം ക്ഷമിക്കട്ടെ, ഇത് പറയാൻ പാടില്ലെന്നാ പറയാം. നിങ്ങളൊന്ന് ഉറപ്പിക്കാൻ വേണ്ടി മാത്രം പറയുകയും. ആ കൊച്ചിനെ കൊണ്ടുവന്നിട്ട് പാസ്റ്ററിനെ വിളിയോട് വിളി, പാസ്റ്റർ ഒന്ന് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം, ഈ കൊച്ചിനെ എണീറ്റ് കൊടുക്കുക. അപ്പൊ ഞാൻ നോക്കി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോ എനിക്കൊരു നടത്തിപ്പ് കിട്ടുന്നില്ല. പിന്നെയും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഉള്ളിൽ കിട്ടി, ഇപ്പൊ കൊള്ളാം. കാരണം വ്യത്യസ്തമായിട്ടുള്ള കുട്ടികളുടെ കൂടെ, നിരീശ്വരവാദിയായ കുട്ടികളുടെ കൂടെ രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട് 22 വയസ്സുള്ള ഈ പെങ്കൊച്ചും കിടന്ന് ജീവിച്ച് അവസാനം എന്ത് പറ്റിയുള്ള ഭൂതം എല്ലാം കയറി കൈയും കാലും കെട്ടി അപ്പനും അമ്മയും തല്ലി മൂത്രം ഒഴിച്ചിട്ടിരിക്കുക. ഹല്ലേലൂയ. ഞാനവിടെ ചെന്ന് പ്രാർത്ഥിച്ച സമയത്ത് കർത്താവ് എനിക്കൊരു വചനം തന്ന. വചനം കേട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോവും. ഇസ്രായേൽ മക്കൾ യഹോവയ്ക്ക് അനിഷ്ടമായത് ചെയ്തു, യഹോവ അവരെ മിഥ്യാന്മാരുടെ കയ്യിൽ ഏൽപ്പിച്ചു. ഞാൻ പറഞ്ഞു, കുടുംബം ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഒരു 4-5 പാസ്റ്റർമാരുടെ കൂടെ എല്ലാവരും കൂടി ഇരുന്ന് പ്രാർത്ഥിച്ചു. ഒരുമിച്ച് പ്രാർത്ഥിച്ചു. ഈ കൊച്ചിന്റെ അമ്മയോട്, അപ്പനോട്, ആങ്ങളയോട് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. പ്രാർത്ഥിച്ചു. എന്തായാലും ഇന്ന് അത്ഭുത വിടുതലോടുകൂടി ആ കൊച്ച് ജീവിക്കുന്നു. ഒരു മരുന്നൊന്നുമില്ലാതെ ദൈവം പൂർണ്ണമായ സൗഖ്യമായി. ആ മാതാപിതാക്കൾക്ക് ഒരു നോവായിരുന്നു അത്. നമ്മൾ പോയി പ്രാർത്ഥിച്ചെന്ന് പറയല്ല, ദൈവം വിടുവിക്കുമെന്നാണ് എന്റെ ഭാഷ. അതേത് ദൈവദാസന്മാർ പോയി പ്രാർത്ഥിച്ചാലും, ദൈവത്തിന്റെ അവസ്ഥയിൽ നിലനിൽക്കുന്നവർ പ്രാർത്ഥിച്ചാൽ ദൈവം വിടുവിക്കും. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ വിഷയങ്ങൾക്ക് വിടുതൽ വേണോ, ദൈവാത്മാവിന്റെ പ്രവൃത്തിക്കായിട്ട് നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അല്ലാതെ ഒരു പരിപാടിയും നടക്കത്തില്ല. കൊലോസ്യ ലേഖനത്തിന്റെ പ്രാർത്ഥന നമ്മൾ എന്താ വായിച്ചത്? വായിച്ചിട്ട് നിർത്തിയാലോ? വായിച്ച് നിർത്തിയിട്ട് നമുക്ക് മുമ്പോട്ട് പോവാം. വായിച്ചാട്ടെ. സ്തോത്രം. 1:10 നമ്മൾ വായിച്ചല്ലോ. ഒരു വാക്യം വായിച്ചോളൂ. 1 പ്രാർത്ഥന. അത് മുഴുവൻ അങ്ങോട്ട് വായിക്കണം. പൂർണ്ണപ്രസാദനായി കർത്താവിന്റെ യോഗ്യമാവണ്ണം നടന്ന് സകല ജ്ഞാനത്തിലും വിവേകത്തിലും അവന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരണമെന്നും സകല സൽപ്രവൃത്തിയിലും ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരണം. ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറയണം. ദൈവത്തിന്റെ സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് പരിജ്ഞാനത്തിൽ വളരണം. അപ്പൊ പരിജ്ഞാനത്തിൽ നിറയണം, പരിജ്ഞാനത്തിൽ വളരണം. അതാ പ്രാർത്ഥന. അടുത്ത സകല സഹിഷ്ണുതയ്ക്ക് ഒത്തവണ്ണം പൂർണ്ണ ശക്തി എന്ന് പറഞ്ഞാൽ ആത്മാവിന്റെ ശക്തി അവിടെ ഉദ്ദേശിക്കുന്നത്. പൂർണ്ണ ശക്തിയോടെ ബലപ്പെടണമെന്നും വിശുദ്ധന്മാർക്ക് വെളിച്ചത്തിലുള്ള അവകാശത്തിനായി വിടുവിച്ച് സന്തോഷത്തോടെ സ്തോത്രം ചെയ്യുന്നവരാകണം. അതാ നമ്മുടെ പ്രാർത്ഥന. ഈ പ്രാർത്ഥന ഇന്ന് തൊട്ട് നമുക്ക് പ്രാർത്ഥിച്ചു നോക്കി. അതിൽ 2 പ്രധാന വിഷയമുണ്ട്.
ഒന്ന്, ദൈവത്തിന്റെ ഇഷ്ടത്തിന്റെ പരിജ്ഞാനം കൊണ്ട് നിറഞ്ഞു വരിക. രണ്ട്, സകല സൽപ്രവൃത്തിയിലും ഫലം കായ്ച്ച് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിൽ വളരുക. ഒന്ന് നിറവ്, ഒന്ന് ഒരു വളർച്ച. ഇതൊരു വിശ്വാസിയിൽ ഉണ്ടാകേണ്ട കാര്യമാണ്. കൊലോസ്യ ലേഖനത്തിലെ വിശ്വാസികൾക്ക് ഉണ്ടാകേണ്ട കാര്യമായത്. അതാ പൗലോസ് പ്രാർത്ഥിക്കുന്നത്. സഭയിലെ പാസ്റ്റർമാരെല്ലാം ഈ പ്രാർത്ഥന ഏറ്റെടുത്ത് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ വിശ്വാസികൾ പരിജ്ഞാനത്തിൽ വളരണം, ദൈവകൃപയിൽ വളർന്നു വരണം, ദൈവകൃപയിൽ നിറഞ്ഞു വരണം, പ്രാർത്ഥിക്കണം. അവരുടെ ഭൗതിക ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച്, തലയറിഞ്ഞ് പ്രാർത്ഥിച്ച്, അത് നേടിക്കൊടുത്ത് അതിൽ സന്തോഷിക്കുന്ന ഒരു വലിയ സമൂഹമായി നമ്മുടെ ക്രൈസ്തവ സമൂഹം അധപ്പതിച്ചു പോയി. ആത്മീകമായി ഒരു ഉദ്ധരിച്ചെടുക്കാൻ ആർക്കും കഴിയും. ഇവിടെ പരിജ്ഞാനത്തിൽ വളരുക, പരിജ്ഞാനത്തിൽ നിറയുക എന്ന് പറഞ്ഞാൽ അത് ആത്മീകമായ ബ്ലെസ്സിങ്ങിനെയാ കാണിക്കുന്നത്, ഭൗതികമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി കൊലോസ്യർ 1-ന്റെ അവസാനത്തെ 28-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏത് മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏത് മനുഷ്യൻ പ്രബോധിപ്പിക്കുകയും ഏത് മനുഷ്യനെയും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്ത് ക്രിസ്തുവിൽ തികഞ്ഞവരാക്കുവാനാണ് ശുശ്രൂഷ. സഭയിലെ വിശ്വാസികൾ ക്രിസ്തുവിൽ തികഞ്ഞു വരണം. കാഹളം ധ്വനിക്കുമ്പോൾ സ്വത്രം ഉയർത്തെഴുന്നേറ്റ് വരണം, അല്ലെങ്കിൽ രൂപാന്തരം പ്രാപിക്കണം. അതിനു വേണ്ടിയാണ് സഭയിലെ ശുശ്രൂഷ. ഞാൻ പറയുന്നുണ്ടെന്നും വിചാരിക്കും. പല സ്ഥലങ്ങളിലും ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനാ റിക്വസ്റ്റുകൾ ഞങ്ങൾക്ക് തരാൻ പറ്റും. ശുശ്രൂഷന്മാർ പറയും, ഉടനെ പേപ്പർ എടുക്കുക, എഴുതി കൊണ്ടുവന്ന് കൊടുക്കുക, ചവപ്പെട്ടി പോലെ ഒരു ബോക്സ് വെച്ചിട്ട് അതിനുള്ളിലോട്ട് എന്ത് ചെയ്യുക, എല്ലാവരും കൈകൾ. എനിക്കത് കാണുമ്പോൾ സങ്കടവും ദേഷ്യവും കൂടിയാണ്. എല്ലാവരും കൈകൾ ആ ബോക്സിലോട്ട് വരുന്നത്. എവിടത്തെ അവസ്ഥ? നീ പിന്നെ എന്നെ അതിലിരിക്കുക, ഇത് പ്രാർത്ഥിക്കാൻ അറിയത്തില്ലേ? ഈ ശുശ്രൂഷന്മാരെല്ലാം കൂടി ചേർന്ന് പ്രാർത്ഥിച്ചാണ് വിശ്വാസിയുടെ കാര്യം നേടേണ്ടത്. അപ്പൊ വിശ്വാസി എന്തിനിരിക്കുക? വിശ്വാസി പ്രാർത്ഥിക്കണ്ടേ? അവനവന്റെ ആവശ്യങ്ങൾ ദൈവത്തോട്, അപ്പനോട് ചോദിച്ചു വാങ്ങാൻ എന്താ ഇത്ര ബുദ്ധിമുട്ട്? കർത്താവ് പറഞ്ഞല്ലോ, പലസ്തീൻ നാട്ടിലെ ശിഷ്യന്മാര് ചപ്പും ചോറും പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങോട്ട് വാ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അത് പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചു. അന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. നമ്മളത് തന്നെയല്ലേ ചെയ്യുന്നത്? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ചാൽ ദൈവരാജ്യത്തിന്റെ ഒരു പുത്രനായി, ഒരു മകനായി നമ്മൾ തീരുകയല്ലേ ചെയ്യുന്നത്. ആ മകൻ പിന്നെ വേറെ എടുത്തിട്ട് അപ്പോഴോട് പറയുക സ്ഥാനത്ത് പണ്ടൊരു പാസ് പറയുമായിരുന്നു. അത് നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടെന്ന് എൻ്റെ ഓർമ്മ. ഒരു വീട്ടിലെ ഒരു അനാഥ ബാലൻ, സ്വത്രം സാധുക്കളായിട്ട് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നവരുണ്ടല്ലോ, അതിലൊരു കൊച്ചി എന്നൊരു ഗേറ്റിന്റെ മുമ്പിൽ ചെന്ന് ഇങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുക, അമ്മയെ വല്ലതും തരണേ, അമ്മയെ വല്ലതും തരണേ, അമ്മയെ വല്ലതും തരണേ. ഒരു 4 മണി സമയമോ 4-4:30 മണി സമയമോ. ആ വീട്ടിലെ ചെറുക്കൻ സ്കൂളും കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നിട്ട് നോക്കുമ്പോ ഇവനിങ്ങനെ ഇത് മുട്ടിക്കൊണ്ട് മാറാന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ഗേറ്റ് തുറന്നാൽ ഉള്ളിലോട്ട് കയറി ഫ്രിഡ്ജിൽ കയറി ചെന്ന് എന്ത് ചെയ്തു, കുറച്ച് പത്രമൊക്കെ എടുത്ത് ബെഡൊക്കെ എടുത്ത് തേച്ചിട്ട് തിന്നോണ്ടിരിക്കുക. ഇവിടെ വൃത്തം കിടന്ന് എന്ത് ചെയ്യുക, പല്ലും തന്നെ. അതായപ്പോ നമ്മുടെ ഗതികെട്ട അവസ്ഥ. ഞാൻ പറയുന്ന വല്ല മനസ്സിലാവുന്നുണ്ടോ? ഇത് ആത്മീയ അർത്ഥം മനസ്സിലാവുന്നുണ്ടോ? രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാംശം പ്രാപിച്ച് പുത്രത്വത്തിന്റെ ആത്മാവിനെ തന്നു കഴിഞ്ഞാൽ, അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന പുത്രത്വത്തിന്റെ ആത്മാവിനെ കിട്ടിക്കഴിയുമ്പോൾ നമ്മള് മകനും പിതാവും എന്നുള്ള ബന്ധമായി ഒരു ദൈവവൈദ്യന് തീരുകയാണ്. പിന്നെ ഈ മകൻ വേറെ ആളോട് ചോദിക്കുന്നത് എന്റെ ചോദ്യമായി. ഒരാളോട് ചെന്ന് ചോദിക്കാൻ, കുറിച്ച് ആഹാരം എനിക്ക് തരുന്നത് ദൈവത്തോട് ഡയറക്റ്റ്. ഇപ്പൊ കത്തോലിക്കർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന പോലെയല്ലേ ബന്ധുക്കാർ ചെയ്ത് പ്രാർത്ഥിക്കാൻ വിഷയം പാസ്റ്റർമാർക്ക് കൊടുക്കരുതെന്ന വിശ്വാസത്തോട് ഞാൻ പറയുന്നത്. അവരൊരു പ്രാർത്ഥിക്കും. എന്റെ ടീച്ചിങ് അതാ, കാരണം പുസ്തകത്തിൽ അങ്ങനെ കിടക്കുന്നത്. പിന്നെ ഒരു പാസ്റ്റർ എന്റെ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ബലഹീനരായ വിശ്വാസികളാണ്, വിഷയമുണ്ട്, പ്രാർത്ഥിക്കണം. ഇത് നിരന്തരമായിട്ട് പാസ്റ്റർ എടുക്കാൻ വന്നിട്ടില്ല, ഈ വിഷയം പ്രാർത്ഥിക്കും, ഈ വിഷയം. നീ എന്നത്തിന് ഇപ്പൊ ഇന്റർനാഷണൽ ആയിട്ട് ലോകം മുഴുവൻ പോകുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ ഈ പറയുന്നത്. അപ്പോ പിതാവ് പുത്രനുമായിട്ടുള്ള ഒരു ബന്ധം ആത്മാഭിഷേകത്തിലൂടെ നമുക്ക് വരികയാണ്. ഗലാത്യ ലേഖനത്തിൽ ആ വാക്യം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് എടുത്തു തരാം. ആ വാക്യം നിങ്ങൾ വായിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ മക്കളാകെ കൊണ്ട്, ഗലാത്യർ 4:6-7, അപ്പാ പിതാവ് എന്ന് വിളിക്കുന്ന സ്വപുത്രന്റെ ആത്മാവിനെ ദൈവം നമ്മുടെ ഹൃദയങ്ങളിൽ അയച്ചു. അങ്ങനെ നീ ഇനി ദാസനല്ല, പുത്രനത്രേ. പുത്രനെങ്കിലോ ദൈവഹിതത്താൽ അവകാശിയുമാകുന്നു. മനസ്സിലായി ദൈവമക്കളെ? സ്തോത്രം.